ഒരാഴ്ച കഴിഞ്ഞ തൂക്കല്ലേ? തനിക്കെന്താ ഇത്ര സംശയം? സംശയമൊന്നുമില്ല. ഒരാരാച്ചാര് ചോദിക്കാൻ പാടില്ലാത്തതാണ്, എന്നാലും ചോദിക്കാണ്. മുഖവുരയൊന്നും വേണ്ട, കാര്യം പറ. ഹൈദരോട് ഏമാന് ഇത്രയും വിരോധം വരാൻ എന്താ കാരണം? ഇവിടെയുള്ള മറ്റു പല ഏമാന്മാരും മരക്കാരോട് പെരുമാറുന്നത് ഇങ്ങനെയല്ലല്ലോ. കാശി പറഞ്ഞത് തെറ്റിപ്പോയെങ്കിൽ ഓർക്കണം. ഞാൻ ഈ പോലീസ് യൂണിഫോം ഇടാൻ കാരണം ഹൈദർ മരക്കാരൻ. അയ്യോ, പോലീസിന്റെ യൂണിഫോം ഇടുന്നതിന് മുമ്പ് മറ്റൊരു യൂണിഫോം ഇട്ടുകൊണ്ടാണ് നടന്നിരുന്നത്. സെമിനാരിയിൽ പഠിക്കുന്ന ഷമ്മാശന്റെ വെളുത്ത കുപ്പായം. ആ എന്നെ ഒരു പോലീസുകാരനാക്കിയത് ഹൈദറ. ചെറുപ്പം മുതലേ പോലീസിൽ ചേരണമെന്നായിരുന്നു എന്റെ മോഹം. SI സെലക്ഷൻ വരെ കിട്ടിയതാ. അപ്പോഴാണ് അറിയുന്നത് ഇരവേലിൽ മാത്യു നരിമാൻ ആറ്റുനോട്ടുണ്ടായ എന്നെ ഒരു പട്ടക്കാരനാക്കാൻ നേർച്ചയുണ്ട്. അപ്പച്ചന്റെ അമ്മച്ചന്റെ ആഗ്രഹത്തിന് ഒടുക്കം ഞാൻ സമ്മതിച്ചു. ബൈബിൾ പഠിക്കുന്നതിനിടയിലും ഓട്ടവും ചാട്ടവും സിനിമയൊക്കെ എനിക്കിഷ്ടമായിരുന്നു. അന്നും പതിവ് പോലെ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് ഞാൻ സെക്കൻഡ് ഷോയ്ക്ക് ഇറങ്ങി. ധൃതിയിൽ പോകുകയായിരുന്ന ഞാൻ റോഡിൽ വല്ലാത്ത ഒരു കാഴ്ച കണ്ടു. ജീവിതത്തിൽ ആകെ 2 പേരെ എന്റെ ദേഹത്തോട്ട് വേദനിപ്പിച്ചിട്ടുള്ളൂ. അതിലൊരാൾ എന്റെ ബിസിനസ് പാർട്ട്ണർ യൂസുഫ് ഖാൻ. അയാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്റെ ആദ്യത്തെ കൊലപാതകം അതായിരുന്നു. രണ്ടാമത്തെ ആൾ DIG മാരാ, നിന്റെ ഡാഡി. ഒരിക്കൽ 24 മണിക്കൂർ എന്നെ അയാളുടെ കസ്റ്റഡി കിട്ടി. കാലിലെ പെരുവിരൽ മുതൽ ശിരസ് വരെ ഇഞ്ചിഞ്ചായി നിന്റെ ഡാഡി എന്നെ തല്ലിച്ചതച്ചു. കാലപ്പഴക്കം ചെല്ലും തോറും പ്രതികാരത്തിന് മൂർച്ച കുറയുകയാണ് പതിവ്. പക്ഷെ എന്റെ കാര്യത്തിൽ നേരെ മറിച്ച 2 പ്രാവശ്യം അയാളുടെ തലയ്ക്ക് ഞാൻ ഉന്നം വെച്ചു. ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് നിന്റെ ഡാഡി ഇത്രയും നാൾ രക്ഷപ്പെട്ടത്. വീണ്ടും ഒന്ന് ശ്രമിച്ചാൽ ഹൈദർക്ക് അയാളെ കൊല്ലാം. വയസ്സുകാലത്ത് ആകെയുള്ള മകന്റെ മരണത്തോളം വരില്ലല്ലോ മറ്റൊരു വേദനയും പ്രതികാരവും. നിന്നോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇനി നീ ജീവിച്ചിരുന്നാൽ അതെനിക്ക് ആപത്താണ്. കാരണം ഈ വിറ്റ്നസ് ആണ് നീ. അലി, നാസർ ആരാണ് നോക്ക്. ഈ ബോർഡ്
ബോഡി രണ്ടുകൊടുത്ത് മാറ്റിയിട്. വേഗം. മൂന്നാല് ദിവസം ആരോടും ഒന്നും ഞാൻ പറഞ്ഞില്ല. പത്രത്തിൽ ദിവസവും ഇരട്ട കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകൾ. ഞാൻ കണ്ട സത്യം ഏറെ നാൾ മനസ്സിൽ ഒളിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. ആദ്യം സെമിനേരിയിലെ പ്രിൻസിപ്പൽ അച്ഛനോട് പറഞ്ഞു, പിന്നീട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു. എന്നെ കാണാൻ വലിയ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും വരുമെന്ന് ഞാൻ കരുതി. പക്ഷെ വന്നത് മറ്റൊരാൾ. ഇതിനെന്ത് വില വരും? 5 രൂപ. അതൊന്ന് വാങ്ങിയപ്പോഴല്ലേ. ഇന്ന് ഞാനിതിന് 5 ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഷെമ്മാശൻ സാക്ഷി പറഞ്ഞാലും കോടതി എന്നെ ശിക്ഷിക്കില്ല. പക്ഷെ മറിച്ച് സാക്ഷി പറഞ്ഞാൽ ഞാൻ ഷെമ്മാശനെ ശിക്ഷിക്കും. ഈ കൈ ഒരുപാട് ചോര കണ്ടതാ. പക്ഷെ ഒരു പുരോഹിതന്റെ രക്തം ഇതിൽ പുരളരുത്. എനിക്കത് നിർബന്ധമുണ്ട്. പൊയ്ക്കോ, പൊയ്ക്കോളൂ. ഹൈദറുടെ ഭീഷണി കേട്ടപ്പോ ഭയത്തെക്കാളേറെ വാശിയാണ് എനിക്ക് തോന്നിയത്. എന്ത് വന്നാലും സാക്ഷി പറയണമെന്ന് ഞാൻ ഉറപ്പിച്ചു. പോലീസിനെ അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നരസിംഹ മന്നാടിയാരെ ഞാൻ വിവരം അറിയിച്ചത്. പോലീസിന് സത്യമല്ല, ഹൈദറാണ് വലുത്. അതുകൊണ്ടാണല്ലോ എന്നെ വിലയ്ക്ക് വാങ്ങാൻ ഹൈദർ തന്നെ വന്നത്. ഹോം മിനിസ്റ്റർക്കും ഐ ജിക്കും എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്. പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ മന്നാടിയാരോടാണ്. അതുകൊണ്ടാണ് ഒന്ന് കാണണമെന്നും പറഞ്ഞ് മന്നാടിയാർക്ക് ഞാൻ ഫോൺ ചെയ്തു. ഹൈദറുടെ കുത്തേറ്റ് വീരസിംഹം പിടയുന്നത് ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡും വേണ്ട ഹൈദറെ എനിക്ക് തിരിച്ചറിയാൻ. കോർട്ടിൽ ഷെമ്മാശൻ ഐ വിറ്റ്നസ് ആകുമ്പോൾ അതിന് വിലയുണ്ട്. പക്ഷെ ആ സത്യം പറയുന്നത് വരെയെങ്കിലും എനിക്ക് ജീവിച്ചിരിക്കണം. ഹൈദർക്കെതിരെ അറസ്റ്റ് വാറണ്ടായി. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. ഹൈദർ മുങ്ങി. ഇന്ത്യ ഒട്ടുക്ക് ഹൈദർക്ക് വേണ്ടി പോലീസ് വല വീശി. അയാളെക്കുറിച്ച് വിവരം കൊടുക്കുന്നവർക്ക് 2 ലക്ഷം രൂപ വരെ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും അയാൾ കുടുങ്ങിയില്ല. അവസാനം മന്നാടിയാർ തന്നെ വേണ്ടി വന്നു ഹൈദറെ തേടി പിടിക്കാൻ. ഹൈദറുടെ താവളമൊക്കെ നിനക്ക് പരിചയമില്ലേ? അറിയാം. പക്ഷേ അവിടെയൊന്നും ഹൈദർ ഉണ്ടായിരിക്കാൻ വഴിയില്ല. ഇനി അവൻ വിദേശത്തേക്കോ മറ്റോ കടന്നിട്ടുണ്ടാവോ? ഏയ്, പോലീസിനെ ഭയന്ന് ഇന്ത്യ വിടുന്നവനല്ല ഹൈദർ. ആ, ഒരു സ്ഥലമുണ്ട്. MLA കുട്ടിനായർ ഹൈദറിന് അടുത്ത സുഹൃത്താണ്. കുറച്ചു കാലം മുമ്പ് കുലശേഖരത്തിനടുത്തൊരു എസ്റ്റേറ്റ് ഹൈദർ അയാൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നിനക്ക് ആ സ്ഥലം അറിയോ? ആ, അറിയാം. ആ നാസറെ, എല്ലായിടത്തും ഒരു കണ്ണു വേണം. ഇക്കാ തനിച്ചേ ഉള്ളൂ, അറിയാലോ. ഞങ്ങൾ നാളെ രാവിലെ വരും. ശരി. സൂക്ഷിച്ചോണേ. നോക്കിയേ,
നമ്മുടെ ഈ സ്ഥലം ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസ് എത്തുന്നതിന് മുമ്പ് ഇക്ക ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. സംശയിക്കണ്ട, ഹൈദരമരക്കാര് തന്നെ. ഇന്ത്യ ഒട്ടുക്ക് നിങ്ങൾ വലവീശിയിട്ടും ഇവൻ വീണില്ല. ഈ സാറന്മാരും അവരുടെ കീഴിലുള്ള 1.5 ലക്ഷത്തോളം പോലീസുകാരും നാടാകെ ഉഴുതുമറിച്ചു. പോരാഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുന്നവന് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ കിട്ടിയില്ല. എങ്ങനെ കിട്ടുക? ഹൈദരയുടെ ശമ്പളം വാങ്ങിക്കുന്നവർ തന്നെ ഹൈദര അന്വേഷിച്ചാൽ അവരെങ്ങനെ കിട്ടുക? അതുകൊണ്ടല്ലേ നിങ്ങളുടെയൊക്കെ മൂക്കിന്റെ തുമ്പത്ത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ സംരക്ഷണയിൽ തന്നെ ഇവൻ ഇത്രയും കാലം കഴിഞ്ഞത്. ഇവനെ, ഈ റാസ്കലിനെ ആരാ പോലീസിന്റെ പണി ഏൽപ്പിച്ചത്? നിന്റെ തന്ത. മനുഷ്യര് കയറിയിരിക്കുന്നിടത്ത് കയറിയിരുന്ന് 4 കാലും വാലുമുള്ള ജന്തുവിന്റെ സ്വഭാവം കാണിക്കുന്നവനല്ലേ നീ? തോന്നിയാസം പറയുന്നോ? ഞാൻ ആരാണെന്ന് അറിയാം നിനക്ക്? അറിയാം. ജനങ്ങളുടെ വിവരക്കേടുകൊണ്ട് ഒരു MLA. 15 വർഷം മുമ്പ് എന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്ന എന്റെ ഡ്രൈവർ. അതിനു മുമ്പ് ആ കുടുംബത്തിലെ അരിവെപ്പുകാരന്റെ സഹായി ചേക്കുട്ടി. അതിനു മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാനാവാത്ത ഒരു ബാസ്റ്റഡ്. അല്ലാണ്ട് എന്താ നീ? കൊണ്ടുപോയിക്കോളൂ. പ്രഖ്യാപിച്ച തുക ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ചെലവാക്കുക. പിടികിട്ടാ പുള്ളിയെ പോലീസ് സംഘം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പത്രങ്ങൾക്കൊരു വാർത്തയും കൊടുത്തേക്കുക. മന്നാടിയാർക്ക് ക്രെഡിറ്റ് വേണ്ട. നരസിംഹം, നരസിംഹം, ഹാഫ് മാൻ ഹാഫ് ലയൺ. എനിക്കൊത്ത എതിരാളി. പക്ഷെ എന്ത് ചെയ്യാം? അംഗം കുറിച്ചപ്പോ ഒരു സിംഹം അകത്ത്. എന്നും ഞാൻ അകത്തായിരിക്കുമെന്ന് നീ കരുതണ്ട. ആയുസിനു വേണ്ടി ഉറച്ചു പ്രാർത്ഥിച്ചു. ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും കൊടുത്ത അപ്പീലുകളും ഹൈദർ പ്രസിഡന്റിന് നൽകിയ ദയാഹർജിയും തള്ളിക്കിട്ടാൻ നീണ്ട 3 വർഷമെടുത്തു. ഇതിനിടയ്ക്ക് എന്റെ പേര് SI സെലക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നറിയാമായിരുന്ന മാരാർ സാറ് എന്റെ സ്വയരക്ഷ കൂടി കണക്കിലെടുത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ എന്നെ ഉപദേശിച്ചു. മനുഷ്യ സേവനം കഴിഞ്ഞിട്ടാകാ ഈശ്വര സേവനമെന്ന് ഞാനും വിചാരിച്ചു. നേരും നിറിവുള്ളവർക്ക് ഈ തൊഴിൽ ചേരില്ല എന്ന് ഹേമാൻ ഇപ്പൊ തോന്നുന്നുണ്ട? ഉപരാഷ്ട്രപതി മരിച്ച ദുഃഖമൊക്കെ തീർന്നു. മറ്റന്നാൾ രാവിലെ ഹൈദരുടെ ശിക്ഷ നടപ്പാക്കാൻ ഓർഡറായിട്ടുണ്ട്. ശിക്ഷ നടപ്പാക്കിയാൽ അന്ന് ഞാൻ എന്റെ യൂണിഫോം ഊരിവെക്കും. 1 വർഷം കൂടി സർവീസിൽ ബാക്കിയുണ്ട്. എന്നാലും വേണ്ട, എനിക്ക് മതിയായി. ഒരാഗ്രഹമേ ബാക്കിയുള്ളൂ. മോന്റെ ചിതാപുഷ്പം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കാശിയിലോ രാമേശ്വരത്തോ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യണം.